2023 ഫസ്റ്റ് ടേം എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യമാണ്. ഒന്നാമത്തെ പാരഗ്രാഫ് തന്നത് ബേല കാ മൻ ബഹുത്ത് ഖറാബ് ഹോ ഗയാ, മാർ സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി എന്നുള്ള പാരഗ്രാഫാണ്. അതിലൊന്നാമത്തെ ചോദ്യം സാഹിൽ കി നസർ മേ ബേല കൈസി ഹെ, സാഹിലിൻ്റെ ദൃഷ്ടിയിൽ ബേല എങ്ങനെയാണ്. രണ്ടാമത്തത് ഒരു വ്യാകരണ ക്വസ്റ്റ്യനാണ്. സഹി വികൽപ്പ് ചുൻകർ ലിഖെ. മൂന്നാമത്തെ ചോദ്യം ബേല കാ മൻ ബഹുത്ത് ഖറാബ് ഹോ ഗയാ ക്യോം, ബേലയുടെ മനസ്സ് വളരെയധികം മോശമായി എങ്ങനെ, എന്തുകൊണ്ട്. നാലാമത്തെ ചോദ്യം ക്ലാസ് മേ ഹുए बुरे व्यवहार के बारे में बेला अपनी सहेली के नाम पत्र लिखती है, बेला का पत्र लिखे. ക്ലാസ്സിൽ ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് ബേല തൻ്റെ സുഹൃത്തിന് കത്തെഴുതുന്നു. ബേലയുടെ ആ ദിവസത്തെ കത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. അല്ലെങ്കിൽ അഥവാ ഗണിത് കെ പീരീഡ് കെ ബുരെ അനുഭവ് കോ സാഹിൽ അപ്നി മാँ से कहता है, സാഹിൽ और माँ के बीच की വാർത്താലാപ് ലിഖെ. ഗണിതത്തിൻ്റെ പീരീഡ് ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് സാഹിൽ തൻ്റെ അമ്മയോട് പറയുന്നു. സാഹിലും അമ്മയും തമ്മിലുള്ള സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. അതിൽ തന്നെ രണ്ടാമത് വന്ന ക്വസ്റ്റ്യൻ ബീർബഹുട്ടി എന്നുള്ള പാഠത്തിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണിത്. പെൻമേ കുച്ച് സ്യാഹി ബച്ചീതി ഉസേ സാഹിലിനെ ജമീൻ പർ ചിട്ടക് ദിയ എന്നുള്ള പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്നുള്ളതാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. 4 തന്നിട്ടുണ്ട്. അതിലേതോ ഒന്ന് ശരിയായതുണ്ട്, അതെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. രണ്ടാമത്തത് സാഹിലിനെ പെൻമേ ബച്ചി സ്യാഹി സമീൻ പർ ചിട്ടക് ദി ക്യോം, സാഹിൽ പെന്നിൽ ബാക്കിയായ മഷി നിലത്ത് കുടഞ്ഞു കളഞ്ഞു എന്തുകൊണ്ട്. മൂന്നാമത്തത് കഹാനി കേസ് പ്രസംഗ പർ പടുകഥാക്ക ഏക്ക് ദൃശ്യ ലിഖെ, ഈ തന്ന സന്ദർഭത്തിനനുസരിച്ച് പടുകഥ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അല്ലെങ്കിൽ ദോസ്തി കാ മഹത്വ വിഷയപ്പർ ടിപ്പണി ലിഖെ, ദോസ്തി സൗഹൃദത്തിൻ്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു ഖണ്ഡിക എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. ഇത് 2022 ഫസ്റ്റ് ടൈം എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യമാണ്. തുമാരി ആँख में आंसू क्यों आ रहे हैं बेला, मुझे क्या पता, बेला ने डबडबाई आँखों से हंसते हुए कहा. ഇതാണ് പാരഗ്രാഫ് തന്നത്. അതിലൊന്നാമത്തെ ചോദ്യം പ്രസംഗ കെ ആധാർ പർ സഹി വാക്യ ചുൻകർ ലിഖെ എന്നാണ്. ഇതിൽ ശരിയായ വാക്യം ഏതാണ് അത് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം ബേലാക്കി ആങ്ക് ക്യോം ഡബ് ഡബ ആയി, ബേലയുടെ കണ്ണുകൾ എന്തുകൊണ്ടാണ് നിറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം സ്കൂൾ ബദൽനെ കെ കാരൺ സാഹിൽ और ബേല अलग होने वाले थे, इससे സാഹിൽ बहुत दुखी था, इस प्रसंग पर സാഹിൽ की डायरी लिखे. സ്കൂള് രണ്ടുപേരും 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലെത്തി. അപ്പോൾ രണ്ടുപേരും വേറെ വേറെ സ്കൂളിലേക്ക് പഠിക്കാൻ പോവുകയാണ്, സാഹിലും ബേലയും. അപ്പോൾ ആ സമയത്ത് ഇവർ രണ്ടുപേരും വളരെയധികം വിഷമിച്ചു. ആ ദിവസത്തെ സാഹിലിൻ്റെ ഡയറി എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അല്ലെങ്കിൽ കഹാനിക്ക് ഉപര്യുക്ത പ്രസംഗ പർ പഠികതാക്ക ഏക്ക് ദൃശ്യ ലിഖെ, തന്ന ഭാഗത്തിനനുസരിച്ച് പടുകഥയുടെ ഒരു ദൃശ്യം എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് ഉസേ സർക്കാരി അസ്പത്താൽ മേ പട്ടി ബന്ധുവാനെ കെ ലിയെ ലേ ജായാ ഗയാ എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ്. അതിൽ ഒന്നാമത്തെ ചോദ്യം സഹി വികൽപ്പ് ചുൻകർ ലിഖെ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം ബേല കെ സിർ പർ പട്ടി ബന്ധി ഥി ഔർ സാഹിൽ കി പിണ്ടലി മേ ഭി ക്യോം, ബേലയുടെ തലയ്ക്ക് ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു, സാഹിലിൻ്റെ കണങ്കാലിനും എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം बेला और साहिल अस्पताल में मिले, दोनों के बीच की
ബാത്ചീത്ത് ലിഖേ. ബേലയും സാഹിലും ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടുമുട്ടി രണ്ടുപേർക്കിടയിലുള്ള സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ട്. അഥവാ ബീർബഹുട്ടി കഹാനിക്ക് ആധാർ പർ 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. താഴെ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേറ്റവും അനുയോജ്യമായ 4 4 സഹി പ്രസ്താവ്, ശരിയായ പ്രസ്താവന എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. 2023-2022 വർഷത്തെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ ഒന്നാമത്തെ പാഠഭാഗത്തെ ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയുള്ളത്. 2019 മുതൽ 2016 വരെയുള്ള ചോദ്യങ്ങൾ അടുത്ത ഭാഗത്തിൽ കാണാം.